അപ്പോൾ HFT പാർട്ട് 2 അതിനെ നമുക്ക് എന്തായാലും വിശദമായിട്ട് തന്നെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കളയാം. ആക്ച്വലി HFT 2 തരത്തിലുണ്ട്. ഒന്ന് നോർമലി HFT ബോട്ട്, എല്ലാവർക്കും അറിയുന്നൊരു സാധനം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രേജ് സോഫ്റ്റ്വെയർ. അതിൽ ആദ്യത്തെ നോർമൽ HFT ബോട്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് കുറഞ്ഞിട്ടുള്ള അസറ്റ്സ് മാത്രം എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നവയാണ്. നമുക്ക് നോർമലി ഒരു ഉദാഹരണം പറയുന്നതെങ്കിൽ US30, അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് എടുത്ത് ക്ലോസ് ചെയ്യുന്നതാണ് നോർമൽ HFT ബോട്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ആർബിട്രേജ് സോഫ്റ്റ്വെയർ. ഭൂരിഭാഗം ആൾക്കാർ ഫസ്റ്റ് ടൈം കേൾക്കുന്നതായിരിക്കും. കാരണം ഇതുപോലുള്ള എല്ലാ സാധനത്തിനെയും കീറി മുറിച്ച് പരിശോധിക്കൽ ട്രൂസെൻസിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സോ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഈ ആർബിട്രേജ് സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നത് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു സെർവറിൻ്റെയും സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു സെർവറിൻ്റെയും ഇടയിലെ പ്രൈസ് ഡിഫറൻസ് ആണ് പ്രോഫിറ്റായി മാറുന്നത്. പറഞ്ഞുതരാം. അതായത് നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു സെർവർ, അപ്പോൾ അതിൽ ഭയങ്കര ഫാസ്റ്റായിരിക്കും, ക്വിക്കായിട്ട് നമുക്കൊരു പോയിന്റ്, അതായത് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഒരു പോയിന്റിലേക്ക് നന്നായിട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ ഈ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന സെർവറിൻ്റെത് വളരെ മെല്ലെ മാത്രമേ എത്തുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഇത് ഇവിടെ തന്നെ എത്തും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു പോയിന്റ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും എന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ആ ഒരു ഡിഫറൻസിൻ്റെ പ്രൈസിനെ പ്രോഫിറ്റാക്കി മാറ്റുന്ന രീതിയാണ് ഈ ഒരു ആർബിട്രേജ് സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും ഇത് ലൈവ് അക്കൗണ്ടിൽ ഈ പ്രൈസിൻ്റെ ആ ഒരു ഡിഫറൻസ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിക്കൂടെ എന്നുള്ളത്. തീർച്ചയായും പറ്റും. പക്ഷേ ഒരുവിധപ്പെട്ട എല്ലാ ബ്രോക്കർമാരും ഈ സാധനം കണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷെ വേറെ ചില ബ്രോക്കേഴ്സ് ഇത് അലോ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ വളരെയധികം സ്പ്രെഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റിനെക്കാട്ടിയും കൂടുതൽ ലോസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആരും ഇതിന് അധികം മെനക്കെടാൻ നിൽക്കാറുമില്ല. അപ്പോൾ ആൾക്കാർ കുറവായത് കൊണ്ട് തന്നെ അധിക ബ്രോക്കേഴ്സും ഇതിനെ എൻ്റർടൈൻ ചെയ്യുന്നുമില്ല. ഇമാതിരി ഉടായ്പും കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് നിന്നാൽ മതിയോ? ഇങ്ങനെ നമുക്ക് വളഞ്ഞ വഴിയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പഠിച്ച് ആയി വരുമ്പോഴേക്കും അവനവൻ്റെ സമയവും ലൈഫും വേസ്റ്റ് ആവും എന്നല്ലാതെ എന്ത് കാര്യം? നേരെയുള്ള വഴിയിലൂടെ പഠിക്കാൻ വേണ്ടി നോക്കുക, ആ സ്കില്ല് എടുത്ത് മുന്നേറാൻ വേണ്ടി നോക്കുക. നമ്മൾ ഈ സ്കില്ല് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് നമ്മൾ പഠിച്ച് പടിയായിട്ട് മുന്നേറിയതായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് അനാലിസിസും റിസേർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് ഈ രീതിയിലുള്ള അനവധിയായിട്ടുള്ള അറിവുകൾ കിട്ടുന്നതും. ആ അറിവുകളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ട്രൂസെൻസിൻ്റെ ഏതൊരു വീഡിയോ കണ്ടു നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടുന്ന കണ്ടന്റ് എവിടുന്നേരും തപ്പിപ്പിടിച്ച് കണ്ടന്റ് ആക്കുന്നില്ല. നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് അവിടെ എഴുതി വെക്കും, അത് കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരും. അത്രമാത്രമേ ഉള്ളൂ. കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഇതിലൂടെ ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇതെങ്ങനെയാണ് പഠിക്കണ്ടേ എന്നുള്ളൊരു സ്ട്രാറ്റജി നമ്മളായിട്ട് TMC എന്നുള്ള രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇവിടെ താഴെ കൊടുക്കുന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനൽ. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു SMC ഫെയിലാകുന്ന സമയത്ത് പോലും, അതായത് SMCയുടെ എൻട്രി ഫെയിലാകുന്ന സമയത്ത് പോലും TMC പ്രോഫിറ്റ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളെയും കീറി മുറിച്ച് പഠിക്കുന്ന പോലെ തന്നെ SMCനെയും കീറി മുറിച്ച് പഠിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. മാത്രമല്ല ഓൾറെഡി ആ വീഡിയോസ് അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മുടെ കോഴ്സിലും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ HFTനെ പറ്റിയിട്ട് ഈ 2 വീഡിയോ, അതായത് ഈ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെയും ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയും കൂടി, ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ വെരി ഗുഡ്. എല്ലാവരും മുന്നോട്ട് പോയിക്കോളൂ. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ലൈഫ് ഉണ്ടാകട്ടെ, നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ, ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.